മലപ്പുറത്ത് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സ്ഥലം വിലക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അന്ന് ഒരു സെന്റിന് 1,70,000 രൂപ നിരക്കിലാണ് 17.21 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള സമ്മതപത്രത്തിൽ ഉടമകളുമായി സർക്കാരിൻ്റെ പ്രതിനിധി ഒപ്പുവെക്കുന്നത്. മനസ്സിലായില്ലേ? 2016 ഫെബ്രുവരി 17 അന്ന് ആരായിരുന്നു മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. അന്ന് ആരായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി? PK കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി. അന്ന് ആരായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി? PK അബ്ദുറബ്ബായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അന്ന് ആരായിരുന്നു തിരൂർ MLA? C മമ്മൂട്ടിയായിരുന്നു MLA. 2016 ഫെബ്രുവരി 17 മലപ്പുറത്ത് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് 17 ഏക്കറും 21 സെന്റും ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. സെന്റ് ഒന്നിന് 1,70,000 രൂപയാണ് അന്ന് നിശ്ചയിച്ചത്. അതിനുശേഷം 2016 തെരഞ്ഞെടുപ്പ് നടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയപ്പോൾ ഇത് സംബന്ധമായിട്ട് വീണ്ടും ഒരു റീതിങ്കിങ് ഉണ്ടായി. അപ്പോൾ 17 ഏക്കർ 2.1 സെന്റ് സ്ഥലം എന്ന് പറയുന്നത് കൂടുതലാണ്. അതിലൊരുപാട് നിർമ്മാണം നടത്താൻ പറ്റാത്ത സ്ഥലമുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു. ആ സമയത്ത് 1,70,000 17.21 ഏക്കർ ഭൂമി വാങ്ങുമ്പോൾ സെന്റിന് നൽകാമെന്ന് UDF ഭരണകാലത്ത് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ലീഗിൻ്റെ MLA C മമ്മൂട്ടി ഇവിടെ പ്രതിനിധാനം ചെയ്ത കാലത്ത് എടുത്ത തീരുമാനം മാറ്റി. എന്നിട്ട് എന്താണ് തീരുമാനിച്ചത്? സെന്റ് ഒന്നിന് 1,60,000 രൂപ ആക്കി കുറച്ചു. ഉപയോഗയോഗ്യമല്ലാത്ത ഏതാണ്ട് 6.5 ഏക്കർ സ്ഥലം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ 11 ഏക്കറാക്കി അത് കുറച്ചു. ഇതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടന്നത്. UDF ഭരണകാലത്ത് 17.21 ഏക്കർ സ്ഥലം സെന്റ് ഒന്നിന് 1,70,000 രൂപക്ക് കളക്ടറുടെ ചേംബറിൽ വെച്ച് എടുക്കാൻ തീരുമാനിക്കുകയും സ്ഥല ഉടമകളുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു, സമ്മതപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ആ തീരുമാനം 2016 ഏപ്രിൽ മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം ഗവൺമെൻറ് ഈ 17.21 ഏക്കർ എന്നുള്ളത് കുറച്ച് 11 ഏക്കറാക്കി. കാരണം 6.25 ഏക്കറോളം സ്ഥലം സത്യത്തിൽ നിർമ്മാണം നടത്താൻ പറ്റാത്ത കണ്ടൽക്കാടുകൾ ഉൾക്കൊള്ളുന്ന മേഖലയായിരുന്നു. ആ മേഖല മുഴുവൻ വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് 11 ഏക്കറാക്കി സെന്റ് ഒന്നിന് 10,000 രൂപ കുറച്ചു, 1,60,000 ആക്കി. ഇതാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റും. പിന്നെ മാത്രമല്ല, ആ സന്ദർഭത്തിലൊക്കെ ഞാൻ ഇതിലേക്ക് വരുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ഏൽക്കുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്, 2018 ശേഷം. അപ്പം അന്ന് തുടർന്ന് പോന്നിരുന്ന കാര്യങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ കാലത്താണ്. ഒരു തരത്തിലുള്ള അഴിമതിയും ഒരു തരത്തിലുള്ള കമ്മീഷനും ഉണ്ടായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 1,60,000
ആക്കി ഇത് കുറക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ അന്ന് തന്നെ UDF-ന്റെ ഭരണകാലത്ത് തന്നെ 1,60,000 ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സെന്റ് ഒന്നിന് 10,000 ഉറുപ്പ്യ കൂട്ടിയിട്ട് അവിടെ തീരുമാനമെടുപ്പിച്ചത് UDF-ലെ പറമ്പ് കച്ചവടക്കാരും ലീഗിന്റെ നേതാക്കന്മാരുമാണ്. അന്ന് ഓല സർക്കാരാണല്ലോ. 17.21 ഏക്കർ സ്ഥലം സെന്റ് ഒന്നിന് 10,000 ഉറുപ്പ്യ വെച്ചിട്ട് കമ്മീഷൻ കിട്ടിയാൽ എത്ര ഉറുപ്പ്യായി? അത് കിട്ടാൻ വേണ്ടി ഓല് ചെയ്ത കാര്യമാണ് അവർ ഓർക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ത് ചെയ്യുമ്പോഴും അതിൽ അവനവൻ എന്ത് കിട്ടും എന്നുള്ളത് നോക്കുന്ന ആളുകളാണല്ലോ അവർ. അതുകൊണ്ടാണല്ലോ PK ഫിറോസ് യൂത്ത് ലീഗിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി എല്ലാ യൂത്ത് ലീഗുകാരോടും പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനൊന്നും ആയാൽ പോരാ, ആൾക്കാരെ പറ്റിച്ചും കണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സും തുടങ്ങണമെന്ന് ഞാൻ പറയാറുണ്ട് എന്ന് പറയാറില്ലേ? അതതുകൊണ്ടാണ്. അവരെല്ലാ കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യൂ, അവർക്ക് അതേ അറിയൂ. അപ്പം ഇതാണ് മലയാളം സർവകലാശാല ഭൂമിയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി അത് സംബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചാലും തരാം. ഇപ്പം നിങ്ങൾക്ക് യൂത്ത് ലീഗ് രേഖകളൊന്നും തന്നിട്ടില്ലല്ലോ, രേഖകളൊന്നും തന്നിട്ടില്ല. പോലും തരാതെയാണ് നിങ്ങൾ ഇങ്ങനെ ന്യൂസ് കൊടുത്തത്. അപ്പോൾ ഇതും നിങ്ങൾ അങ്ങനെ കൊടുക്കുക. ഏത് സമയത്ത് നിങ്ങൾക്ക് രേഖകൾ വേണോ, ഇതൊക്കെ സത്യമാണ്, ഫാക്റ്റാണ്. ഇതൊക്കെ അതിൻ്റെ രേഖകളിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുത്ത് ഇതൊക്കെ പറയുന്നത്. പിന്നെ സർവകലാശാലയ്ക്ക് 2023 തറക്കല്ലിട്ടു. തറക്കല്ലിട്ടിട്ട് അവിടെ നിർമ്മാണം നടക്കാത്തത് അവിടെ നിർമ്മാണാനുമതി ഇല്ലാത്തത് കൊണ്ടല്ല, ഹരിത ട്രിബ്യൂണലിൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഈ സ്ഥലം ഏറ്റെടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് പോയി, ആ കേസ് തള്ളി. സുപ്രീം കോടതിയിൽ ആദവനാട്ട് ഒരു 10-20 ഏക്കർ സ്ഥലമുണ്ട് എന്നും പറഞ്ഞു കണ്ട് ഒരു സംഘം ആളുകൾ പറമ്പ് കച്ചവടക്കാർ പോയി. സുപ്രീം കോടതി പോലെ ആട്ടിവിടുക ചെയ്തത്. സുപ്രീം കോടതി പറമ്പ് കച്ചവടത്തിന് മധ്യസ്ഥം പറയാതിരിക്കുന്ന സ്ഥലമല്ല എന്നാണ് അവരോട് പറഞ്ഞത്. ആദവനാട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരൂര് തുഞ്ചൻ എന്ന് പറയുന്നതിൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? ആദവനാട്ടിക്കും മാറാക്കരക്കും ഞാൻ എൻ്റെ മണ്ഡലത്തിൽ സ്ഥലം തരാം, നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതാണ്. അവിടെ സർക്കാരിൻ്റെ തന്നെ സ്ഥലം ഉണ്ടല്ലോ നമ്മളുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ പറഞ്ഞു തിരൂരിൽ നിന്ന് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, തിരൂരിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ വേണ്ട, തിരൂരിൽ തന്നെ നിർത്തിക്കോളൂ, നിങ്ങളിത് നഷ്ടപ്പെടുത്തരുത്, അത്രേ നമുക്കുള്ളൂ എന്ന് അന്ന് പറയും ചെയ്തു. അത് തിരൂരിൽ തന്നെ നിൽക്കണം. കാരണം ഭാഷാപിതാവിൻ്റെ പേരിൽ വന്നിട്ടുള്ളൊരു സർവകലാശാലയാണ്. അത് തിരൂരിലാണ് സ്ഥാപിച്ചത്. തിരൂരിൽ നിന്ന് അത് പോകാൻ പാടില്ല. അത് തിരൂരിൽ നിന്ന് പോകാൻ പാടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തന്നെ വേണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ 23 ഇത് കഴിഞ്ഞു. എല്ലാ കേസുകളും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തള്ളി. ഹരിത ട്രിബ്യൂണലിൽ നിന്ന് ഇതിനുള്ള നിർമ്മാണ അനുമതിയും കിട്ടി. അതിൻ്റെ എല്ലാ പേപ്പറുകളും സർവകലാശാലയിലുണ്ട്. നിങ്ങൾക്ക് പോയാൽ സർവകലാശാലയിൽ നിന്ന് അതിൻ്റെ എല്ലാ പേപ്പറുകളും കിട്ടും. നിർമ്മാണാനുമതി ഇല്ലാത്തത് കൊണ്ടല്ല ഇപ്പം നിർമ്മാണം തുടങ്ങാത്തത്. ആരംഭഘട്ടത്തിൽ തുടങ്ങാതിരുന്നത് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രയാസം സർക്കാരിനുണ്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ നമ്മൾ ഒരു പ്രദേശത്തിൻ്റെ MLA എന്നുള്ള നിലയിൽ MLA-മാർ ഇതിനൊക്കെ കുറേ ശ്രമിക്കണം. MLA-മാർ ശ്രമിച്ചാൽ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ. എല്ലാ കാര്യത്തിനും പിന്നെ ആരാണ് പിന്നെ മുന്നിട്ടിറങ്ങുക? എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് MLA-മാരാണ്. ഇപ്പം എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഗവൺമെൻറ് കോളേജ്. ആ ഗവൺമെൻറ് കോളേജിന് ആദ്യം 10 കോടി കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ കെട്ടിടം പണിതു. വീണ്ടും 10 കോടി ഇപ്പോൾ അനുവദിപ്പിച്ചു. അതിൻ്റെ ഭരണാനുമതിയും ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത് മുഴുവൻ MLA എന്നുള്ള നിലക്കാണ്. അപ്പോൾ MLA-മാരുടെ ഒരു താല്പര്യവും ഇത് പൊങ്ങാതിരിക്കുന്നതിന് സർക്കാർ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപക്ഷെ അതൊന്നും ഇപ്പം നടന്നോളണമെന്നുണ്ടാവില്ല. കാരണം ഇപ്പം എൻ്റെ ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ഒരു പുതിയ കെട്ടിടത്തിന് നിർമ്മാണം ആരംഭിച്ചു. അന്ന് നേരത്തെ പഴയ സ്ഥലത്ത് തന്നെ അത് അതിമനോഹരമായിട്ട് ഇപ്പോൾ പണി പൂർത്തിയായിട്ടുണ്ട്. അവിടുത്തെ മാറി വന്ന പഴയ വൈസ് ചാൻസലർ പോയി പുതിയ വൈസ് ചാൻസലറായി. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ എല്ലാ സർവകലാശാലകളിലും നിലനിൽക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത്
ഗവർണർ മൂന്നാളുടെ പേരാണ് അന്ന് പിന്നെ സർക്കാർ നോമിനേറ്റ് ചെയ്തത്. ഒന്നാമതായി രണ്ടാമതായി ഒന്നും കൊടുത്ത ആൾക്കാരെ പിന്നെ ഗവർണർ സ്വീകരിച്ചില്ല. പിന്നെ സ്വീകരിച്ചത് അവസാനം മൂന്നാമത്, കാരണം UGCയുടെ പ്രതിനിധിയും കൊടുക്കുമല്ലോ, ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നു. രജിസ്ട്രേഷൻ അല്ല, വില നിശ്ചയിച്ചിരുന്നു, എടുക്കാൻ തീരുമാനിച്ചിരുന്നു. അന്ന് ഇവരുമായിട്ട് ഈ ഉടമകളുമായിട്ട് ഇതിന്റെ സമ്മതപത്രം ഒപ്പിട്ടിരുന്നു. പിന്നെ മന്ത്രിക്ക് എന്ത് പണിയാണ് ഈ സ്ഥലമേറ്റെടുക്കലിലൊക്കെ? അതൊക്കെ കലക്ടർമാരല്ലേ ചെയ്യുക? നിങ്ങൾക്കൊക്കെ സാമാന്യ ബോധം ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് ചോദിക്കണ്ടേ അവരോട്? അല്ല, മന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്ന് കലക്ടറോടൊന്ന് ചോദിച്ചു. മന്ത്രി പറഞ്ഞാലൊന്നും കലക്ടർമാർ കേൾക്കൂല. കാരണം കലക്ടർമാരെ തല പോണ കാര്യമാണ്. മന്ത്രിമാർ പറഞ്ഞാൽ എങ്ങനെ കലക്ടർമാർ കേൾക്കുക? മന്ത്രിമാര് നിയമവിരുദ്ധമായിട്ട് പറഞ്ഞാൽ കലക്ടർമാർ കേൾക്കൂല, ഒരു ഉദ്യോഗസ്ഥനും കേൾക്കൂല. അത് ആരുടെ കാലത്താണ് വാങ്ങിയത്? 2016 ഇത് വാങ്ങുമ്പോൾ, ഈ 1,70,000 രൂപക്ക് വാങ്ങുമ്പോൾ ആരായിരുന്നു അതിൻ്റെ മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി സാറായിരുന്നില്ലേ? അല്ല, മാറ്റം വരുത്തിയല്ലോ. 10,000 രൂപ കുറച്ചില്ലേ? അത് നിങ്ങൾ പറയരുത്. കാരണം എന്താ വെച്ചാലും ഈ 10,000 തന്നെ 17.21 ഏക്കറിന് അന്ന് എടുക്കുകയായിരുന്നെങ്കിൽ കൂട്ടിയൊക്കെ നിങ്ങൾ എത്ര പൈസയാണെന്ന്? അത് കമ്മീഷനായിരുന്നു. നെഞ്ചഭൂമി ആര് പറഞ്ഞു ഇത് നെഞ്ചഭൂമിയാണെന്ന്? അത് ശരി, നിർമ്മാണ അനുമതി ഹരിത ട്രിബ്യൂണൽ വരെ നൽകിയിട്ടുണ്ടല്ലോ. അല്ല, അപ്പൊ ഈ നെഞ്ചഭൂമിയാണ് എന്ന് അല്ല, നെഞ്ചഭൂമിയിൽ പെർമിഷൻ ഇതൊക്കെ ആരുടെ കാലത്താണ് നടന്നത്? ഇതൊക്കെ ആരാ നോക്കേണ്ടിയിരുന്നത്? ഇവിടെ തിരുത്തൽ വരുത്തി. അതെ, 10,000 രൂപ സെന്റിന് കുറച്ചാൽ, അല്ല 10,000 രൂപ സെന്റിന് കുറച്ചാൽ എത്ര കോടി റുപ്യായി? 10,000 രൂപ ഒരു സെന്റിന് കുറച്ചാൽ 17.21 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ എത്രയായി? 1,70,00,000 രൂപയായി. 1,70,00,000 അല്ല, അത്രയേ ഉള്ളൂ. 1721 ഇൻറ്റു 10,000. അപ്പൊ എത്രയായി? 1721 സെന്റാണല്ലോ. 17.21 ഏക്കർ എന്ന് പറഞ്ഞാൽ സെന്റ് ഒന്നിന് അതൊക്കെ ഓലോട് ചോദിക്കണം, എന്നോടല്ലേ ചോദിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ അത് അന്നത്തെ കളക്ടറോട് ചോദിക്കണം, അന്ന് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചവരോട് ചോദിക്കണം. അല്ല, അതല്ല, അത് ഫിറോസിന്റെ നേതാവിനോട് ചോദിക്കാൻ പറയും. അല്ല, ഫിറോസിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിക്കാൻ പറയൂ. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിനോട് ചോദിക്കാൻ പറയൂ. അവരല്ലേ ഇത് തീരുമാനിക്കുന്നത്. അത് എനിക്ക് പറമ്പ് കച്ചവടത്തിന് കമ്മീഷൻ വാങ്ങുന്ന ഏർപ്പാട് മുമ്പന്നെ ഇല്ല. അതൊക്കെ ഫിറോസിന്റെ നേതാക്കന്മാർക്കുമാണ് കമ്മീഷൻ വാങ്ങുന്ന ഏർപ്പാട് മുമ്പുള്ളത്, ഇപ്പോഴുള്ളത്. ഓക്കെ, തെളിവുകൾ പുറത്തുവിടട്ടെ. ഞാനതിനെ 100 വട്ടം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വരെ ജീവിതത്തിൽ ഞാനൊരു പറമ്പ് കച്ചവടം നടത്തിയിട്ടില്ല. ഞാൻ 18 സെന്റ് സ്ഥലം വാങ്ങി എന്നല്ലാതെ ഒരു പറമ്പ് കച്ചവടം ഞാൻ നടത്തിയിട്ടില്ല. ഇവരൊക്കെ പറമ്പ് കച്ചവടം നടത്തുന്നതിൽ വലിയ കേമന്മാരാണ്. ഈ ന്യായവിലയും ഇതൊക്കെ നമ്മൾ വയനാട്ടിൽ ലീഗ് വാങ്ങിയ സ്ഥലത്തിനും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാനൊന്ന് പറയണോ അവരോട്? 1,22,000 രൂപ സെന്റിന് ആകെ 35,000 റുപ്യക്ക് കിട്ടുന്ന സ്ഥലമല്ലേ വാങ്ങിയതുപോലെ. അപ്പോൾ ഓലിക്ക് ഇതൊക്കെ ശീലാണ്. അവരോട് ചോദിക്കാൻ പറയേണ്ടത് ഇത് തീരുമാനമെടുത്ത അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബിനോടാണ്. അന്നത്തെ മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡർ PK കുഞ്ഞാലിക്കുട്ടിയോടാണ്. ഈ ഭൂമി നിർദ്ദേശിച്ചത്
അന്നത്തെ തിരൂർ MLA സി മമ്മൂട്ടിയാണ് തീർച്ചയായിട്ടും. പിന്നെന്താ സംശയം? അല്ല, LDF സർക്കാർ. ഞാൻ ചോദിക്കുന്നത് ആരാണ് ഇത് എടുക്കാൻ തീരുമാനിച്ചത്? അല്ല, CPM-മായി ബന്ധപ്പെട്ട ആളാണ് ഇവര് എന്നുള്ളത് UDF ഭരിക്കുന്ന കാലത്ത് അറിയുമായിരുന്നില്ലേ? അല്ലാന്ന് ഗഫൂർ പി ലില്ലീസ് ആണ് ഇതിന്റെ ഉടമ എന്ന് 2016 ഫെബ്രുവരി മാസത്തിൽ കളക്ടറേറ്റിൽ വെച്ചിട്ട്, കളക്ടറുടെ ചേംബറിൽ വെച്ച് കളക്ടറുടെ അധ്യക്ഷതയിൽ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം എടുക്കുമ്പോൾ അറിയില്ലേ ഇത് ഇടതുപക്ഷ അനുഭാവികളുടെ സ്ഥലമാണ്, എടുക്കണ്ട എന്ന് അവർക്കറിയില്ലായിരുന്നോ? അവരെന്തിനാ തീരുമാനിച്ചത് എടുക്കാൻ? അവരെന്തിനാ തീരുമാനിച്ചത്? ഒരു കമ്മീഷൻ ഏർപ്പാട് നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞതാണ്, 1,60,000 തന്നെ വാങ്ങുള്ളൂ. പക്ഷേ 1,70,000 എന്ന് അന്ന് എഴുതി ചേർപ്പിച്ചത് ഇവരുടെ ഒരു സ്ഥിതി വെച്ചിട്ട് അങ്ങനെ കണക്കൂട്ടണം പ്രശാന്തെ. എല്ലാത്തിലും ഇവർ ലാഭം നോക്കും. ലീഗേരെ അറിയ പ്രശാന്തിന്, പക്ഷേ ശരിക്കും പറയില്ല എന്നുള്ളൂ പ്രശാന്ത്. അതെ, ആ കമ്മിറ്റിയും പറഞ്ഞത് ഈ സ്ഥലം തന്നെയാണ് തീരുമാനിച്ചത്. കാരണം എന്താ വെച്ചാൽ മറ്റേ സ്ഥലം ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമല്ല എന്നാണ് കണ്ടെത്തിയത്. ഒരു സ്കൂൾക്ക്, അവിടെ ഒരു സ്കൂളുണ്ട്, സ്കൂൾക്ക് ബസ് പോകുന്നുണ്ട്. ഒരു ബസ് പോയാൽ മതിയോ എൻ്റെ പ്രശാന്തെ? സ്കൂൾക്ക് ഒരു ബസ് പോണ സ്ഥലം മതിയോ റോഡായിട്ട്? പോരല്ലോ. ഒരു സർവകലാശാലയൊക്കെ അല്ല, യോഗ്യമായ സ്ഥലം ഈ തിരൂരിന് പുറത്തുണ്ടാവും. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, ഞാനന്ന് പറഞ്ഞത് എൻ്റെ മണ്ഡലത്തിലുണ്ട് സ്ഥലം, നിങ്ങൾ അങ്ങോട്ട് തന്നാടി, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അപ്പം ഇവിടെ തന്നെ അത് വേണം. കാരണം തുഞ്ചൻ്റെ മണ്ണിൽ തുഞ്ചൻ്റെ പേരിലുള്ള ഒരു സർവകലാശാല ഇവിടെ തന്നെയാണ് വേണ്ടത്, സംശയമൊന്നുമില്ല. അപ്പം ഇതൊക്കെ ഫിറോസ് ചോദിച്ച ചോദ്യങ്ങളൊന്നും ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. അത് മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുറബ്ബിനോടാണ്, അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിയോടാണ്, അന്നത്തെ വില നിശ്ചയിച്ച കളക്ടറോടാണ് ചോദിക്കേണ്ടത്. ഞങ്ങളിതിൽ ഒന്നും അറിയില്ല, ഞങ്ങൾക്കൊന്നും ഇതിൽ പങ്കുമില്ല. അല്ല, അങ്ങനല്ല, പങ്കുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇവിടെ കുറേ പറമ്പച്ചോടക്കാരുണ്ടല്ലോ, ലീഗിലെ പ്രധാന ആൾക്കാരെന്ന് പറഞ്ഞാൽ വെള്ളിയും മാറ്റിയും കണ്ടിട്ട് വരിക, നന്ന രാവിലെ പറമ്പച്ചോടത്തിന് കണ്ട് ഇറങ്ങുക, അതാണല്ലോ ഇപ്പം പ്രധാനമായിട്ടും നടക്കുന്നത്. അപ്പം അന്ന് ഓലൊക്കെ കൂടിയും ചിലപ്പോൾ അങ്ങനെ ചെയ്തിരിക്കണം, ചെയ്യൂല എന്നൊന്നും പറയാൻ പറ്റൂല. അല്ല, അത് വേണ്ടതാണ് തീർച്ചയായിട്ടും. ആ കാര്യം പിന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തും. അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളും. 20 കോടി രൂപ സാങ്ഷൻ ആയിട്ടുണ്ട്. ഈ പിന്നെ വൈസ് ചാൻസലർമാർ മാറി വന്നത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു, വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലായിടത്തും, എല്ലാ സർവകലാശാലയിലും. അല്ല, MLA നോക്കണ്ടേ? സത്യത്തിൽ ഫിറോസ് അല്ലല്ലോ ഈ കാര്യം പറയേണ്ടത്, ഇവിടുത്തെ MLA അല്ലേ ഈ കാര്യം പറയേണ്ടത്. ഇങ്ങനെ ഒരു കാര്യം നടന്നിക്കണമെങ്കിൽ അല്ല, ഇന്ന് പിന്നെ സന്ദർശിക്കുന്ന സമയത്ത് MLA വേണ്ടേ? ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നോ? ആരാ അന്ന് പത്രസമ്മേളനത്തിലൊക്കെ പങ്കെടുത്തത്? ഈ ജില്ലയിലെ തട്ടിപ്പന്മാർ മുഴുവൻ പങ്കെടുത്തിട്ടുണ്ട് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഫിറോസിന്റെ കൂടെ. ഇസ്മായിൽ മൂത്തേടത്തിൻ്റെയും TPM മാരിസിൻ്റെയും അനുയായികളാണ് പങ്കെടുത്തത്. എന്തേ പിന്നെ മുനവർ അലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കാതിരുന്നത്? യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് അല്ലേ? യൂത്ത് ലീഗിന്റെ ട്രഷറർ എന്തേ പങ്കെടുക്കാതിരുന്നത്? യൂത്ത് ലീഗിന്റെ തൊട്ട ഭാരവാഹിയാണല്ലോ ഈ പൊന്നാനിയുള്ള തങ്ങള്, സൈദമ്മർ ബാഫയ്ക്ക് തങ്ങളുടെ പേരക്കുട്ടി. മൂപ്പര് പങ്കെടുത്തിട്ടില്ലല്ലോ. മുനവർ അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തിട്ട് പറയട്ടെ ഫിറോസ് പറഞ്ഞത് ശരിയാണോ അല്ലേ എന്നുള്ളത്. അത് തെറ്റാണെന്നുള്ളതുകൊണ്ടാണ് ഒരു പങ്കെടുക്കാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കെതിരല്ലേ? ഓ, അതെടുത്തോട്ടെ. അതെ, നേതൃത്വം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. ഞാനതിന് 1000 വട്ടം സ്വാഗതം ചെയ്യുന്നു. എനിക്കെതിരല്ല നിയമ നടപടി എടുക്കേണ്ടത്, അബ്ദുറബ്ബിനെതിരെയാണ് നിയമ നടപടി എടുക്കേണ്ടത്. ആ, എല്ലാ ആരോപണങ്ങളും
വ്യക്തിപരമായിട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് എന്താണ് തെളിവുകൾ ഹാജരാക്കിയ പോരെ? അപ്പോൾ ധോത്തി ചാലഞ്ച്, ഞാനൊരു പൈസ എടുത്തിട്ടില്ല, ഞങ്ങൾ ധോത്തി പിന്നെ രാംരാജിൽ നിന്ന് വാങ്ങിയത് ധോത്തി ഒന്നിന് ഇത്ര രൂപക്കാണ്, അതിൻ്റെ GST ഉൾപ്പെടെയുള്ള ബില്ലിതാ കാണിക്കുന്നതോടുകൂടി കഴിഞ്ഞില്ലേ? 100 രൂപയിൽ വ്യത്യാസം വന്നാൽ 2,72,00,000 വ്യത്യാസം വരുന്നത്. ഇപ്പോൾ വാങ്ങിയ ധോത്തി 300 രൂപ എന്നുള്ളത് 400 രൂപയ്ക്കാണ് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് വ്യത്യാസം വരുന്നത്? 2,72,000 ധോത്തിയാണ് എടുത്തത്. 10 രൂപ 100 രൂപ അവിടെ പിന്നെ വ്യത്യാസം വന്നാൽ 2,72,00,000 വ്യത്യാസം വരുന്നത്. അല്ല, സംഘടനാപരമായി എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? നമുക്കിപ്പോഴുള്ള പ്രശ്നം സംഘടനാപരമായിട്ട് ഓരെടുത്തോട്ടെ. പക്ഷേ ഇതാ ഈ ഒരു സംശയം വന്ന സാഹചര്യത്തിൽ ഇതാ ബില്ലിതാ, ഞങ്ങൾ 400 രൂപയുടെ സാധനമാണ് എടുത്തിക്കുന്നത്, അല്ലെങ്കിൽ 500 രൂപയുടെ എന്തിനാണ് 725 രൂപയുടെ സ്റ്റിക്കർ മുട്ടിച്ചത്? ആളുകളെ പറ്റിക്കല്ലേ അത്? മുനവർ അലി തങ്ങൾ പ്രസിഡന്റായ സംഘടന ചെയ്യൂല, പക്ഷേ PK ഫിറോസ് ജനറൽ സെക്രട്ടറി ആയ സംഘടന ചെയ്യും. ഇപ്പോൾ പല കാര്യങ്ങളും തങ്ങന്മാരെ അറിയാതല്ലേ ഇവരിതൊക്കെ ചെയ്യണത്, അല്ലാതെ തങ്ങന്മാരെ അറിയിച്ചിട്ടല്ലല്ലോ ഇവർ ചെയ്യുന്നത്. അന്വേഷണ ഏജൻസികളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അധികം വല്ലാതെ പിന്നെ ഇത് ചെയ്യണ്ട, വരും. അല്ല, അന്വേഷണം എന്ന് പറഞ്ഞാൽ ഈ കള്ളപ്പണത്തിൻ്റെ ഏർപ്പാടുകൾ അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കും, ബേജാറാവണ്ട, എത്തും. പിന്നല്ലാതെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാ ഏജൻസികൾക്കും കൊടുത്തിട്ടുണ്ടല്ലോ. ആർക്ക് നാം പറയട്ടെ? അല്ല, ദുബായ് വിസ ഉണ്ടാവും, പക്ഷേ ദുബായിൽ സെയിൽസ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. മാസം 5,15 ലക്ഷം രൂപ ശമ്പളം എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വിസ ഉണ്ടോ എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ ഓൻ കൊണ്ടുവരട്ടെ. കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനുണ്ടോ എന്നുണ്ടെങ്കിൽ ഓൻ കൊണ്ടുവരട്ടെ. KB ഗണേഷ് കുമാറിന് ശമ്പളം സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞാൽ കണ്ടോ? അല്ല, വിസ ഉണ്ടാവുന്നു, ദുബായ് വിസ ഉണ്ടാവും, റെസിഡൻസ് വിസ ഉണ്ടാവാം. പക്ഷേ 5,15 ലക്ഷം രൂപ ശമ്പളത്തിന് സെയിൽസ് മാനേജറായിട്ട് പ്രശാന്ത് നമ്മളൊക്കെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഞാനൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ചത്തുകുത്തി പണിയെടുത്താൽ നമുക്ക് എന്താ കിട്ടുക? അല്ല മഹേഷ്, എനിക്ക് ശമ്പളം ഇപ്പം നമുക്ക് കിട്ടുന്നതിനൊരു പരിധിയില്ലേ പ്രശാന്ത്? 5,15 ലക്ഷം കിട്ടുന്നുണ്ടോ? അതില്ലല്ലോ, അനക്കും കിട്ടുന്നില്ല. ഞാൻ ഇപ്പോൾ കോളേജിലായിരുന്നെങ്കിലും എനിക്ക് കിട്ടൂല. മഹേഷിന് ഇനി കിട്ടുന്നുണ്ടാണ് ആവട്ടോ. പിന്നെ ഇനി ഇതാ ഞാൻ വേറൊരു കാര്യം കൂടി ഇതിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒറ്റ കമ്പനിനെ കുറിച്ചാണ് പറഞ്ഞതല്ലേ, ഫോർച്യൂൺ. ഇന്നലെ അതെ, അത് മറുപടി പറയാൻ അവർക്ക് അതെ ശരിയാണ്. അന്വേഷണ ഏജൻസികൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പം തന്നെ ഉത്തരം കണ്ടെത്തിക്കോട്ടെ. അവനക്ക് നന്നായി ഒരു ഹോംവർക്കിന് നല്ലതാണ്. ഞാൻ ഈ ചോദ്യം കൊടുത്തതുകൊണ്ട് ഓനക്കൊരു ഹോംവർക്കിന് നല്ലതാണ്. ഇന്നെ ചോദ്യങ്ങളാണ് വരിക, അതുകൊണ്ട് ആ റെക്കോർഡുകൾ ഉണ്ടാക്കി വെക്കാമല്ലോ. പഴയ മുൻ ജനറൽ സെക്രട്ടറി അല്ലേ ഞാൻ ആ കസേരയിൽ ഇരുന്നതാണ് 5 കൊല്ലം. ഞാൻ നന്നായിട്ട് പ്രവർത്തിച്ചതുമാണ്, അതെല്ലാം യൂത്ത് ലീഗുകാർക്കും അറിയാം. പക്ഷെ അതിരുത്ത പണി ഞാൻ ചെയ്തിട്ടില്ല. എന്താപ്പോ എവിടൊക്കെ ബിസിനസ്, അമേരിക്കയിൽ ബിസിനസ് വിസ. അല്ല, അസൂയപ്പെടില്ല, നമുക്ക് അത്ഭുതമാണ്, അസൂയല്ല, എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഇങ്ങനൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ പടച്ചോനെ ഭൂമിയിൽ. ഗൾഫിലും അമേരിക്കയിൽ വിസ, പിന്നെ കാനഡയിൽ പിന്നെ ജോബ് വിസ, UK ജോബ് വിസ. അത് ശരി, അത് മൂപ്പര് ട്രോളാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇല്ല അല്ലേ? ഞാനും പിന്നെ അങ്ങനെ പറയണില്ല. ഞാനും ഇപ്പൊ പറയാൻ പോണത് 2 കമ്പനികൾ. ഞാനിന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ബ്ലൂഫിൻ ടൂറിസം LLC എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ബ്ലൂഫിൻ ടൂറിസം LLC. ആ കമ്പനിയിൽ മാനേജിങ് ഡയറക്ടറുടെ റൂമിൽ നമ്മളെ ഫിറോസ് ഇരിക്കണതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ?
കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഓണർമാരാരാണ്? ആ കമ്പനിയുടെ ഓണർമാരാരാ? ആ ദുബായിൽ ഓണർമാരെ കിട്ടിയിട്ടുണ്ട്, പാർട്ട്ണർമാരെ. അതിൻ്റെ പേര് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് തരും, അതിൻ്റെ കോപ്പി അവസാനം കൊടുക്കാം. അല്ല, മുഹമ്മദ് അഷ്റഫ് വെള്ളടത്ത് പാർട്ട്ണർ. മുഹമ്മദ് അഷ്റഫ് വെള്ളടത്ത്, നമ്മളെ കൊപ്പത്തെ എമ്മി ഉണ്ടല്ലോ, ഫ്രൈഡ് ചിക്കൻ, അതിൻ്റെ ലൈസൻസിയാണ് ഈ മുഹമ്മദ് അഷ്റഫ്. അപ്പോൾ അതെൻ്റെ പാർട്ട്ണറാണെന്ന് അദ്ദേഹം സമ്മതിച്ചു അല്ലേ? മുഹമ്മദ് അഷ്റഫ് വെള്ളടത്ത് എൻ്റെ പാർട്ട്ണറാണ്, പങ്കാളിയല്ല, പാർട്ട്ണറാണെന്ന് തന്നെയാണ് മൂപ്പര് ഉറപ്പിച്ചു പറഞ്ഞത്. അതേ മുഹമ്മദ് അഷ്റഫ് വെള്ളടത്താണ് ഈ കമ്പനിയുടെ, ഏത് കമ്പനിയുടെ? ബ്ലൂഫിൻ ടൂറിസം LLC എന്ന് പറയുന്ന കമ്പനിയുടെ പാർട്ട്ണർ. പിന്നെ 2 അറബികളാണ്. അത് കഴിഞ്ഞ് പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, സൈനുദ്ദീൻ പിലാത്തേത്ത്. സൈനുദ്ദീൻ പിലാത്തേത്ത് അയാളാണ്. ഞാനിന്ന് രാവിലെ ഫേസ്ബുക്കിലിട്ട ആ ക്ലിപ്പിംഗ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ദുബായിൽ അങ്ങനെ ഒരു ഓഫീസ് ഡെക്കറേറ്റ് ചെയ്ത് ആക്കണമെങ്കിൽ എത്ര, 1 കോടിയിലധികം രൂപ ഏറ്റവും ചുരുങ്ങിയത് വരും. ഡെക്കറേഷന് മാത്രം, അതിൻ്റെ ഫർണിഷിങ്ങിന് മാത്രം. പിന്നെ റൂമിന് അഡ്വാൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഖ്യയും ഉൾപ്പെടെ വരും. അതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ ഇല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞതിലൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. ആദ്യത്തെ കമ്പനിയുടെ ഓഫീസ് എവിടെയാണ്? ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC. ഈ LLC എന്ന് പറയുന്ന ലൈസൻസ് കിട്ടാൻ തന്നെ അത് എല്ലാ സാധനങ്ങൾ ജനറൽ ട്രേഡിംഗ് LLC എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് ചെയ്യാനുള്ള അനുമതിയാണ്. അത് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടില്ല. നല്ല പൈസ അവിടെ കെട്ടിവെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പോൾ അവിടെ ബിസിനസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് എത്ര പൈസ എന്നൊന്നും ഇപ്പം നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞത് കേൾക്കല്ലേ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം വന്നിട്ടില്ലല്ലോ, ഭാഗ്യം വന്നിട്ടില്ല. എന്താ ചെയ്യുക? ഇപ്പം മുനീർ സാഹിബ് സത്യത്തിൽ രോഗമായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ആ സാധുവിനും ആ ഭാഗ്യം വന്നിട്ടില്ല. മൂപ്പരിപ്പോൾ കടക്കാരനാണ്. ബലൊന്നും മാതിരി കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കമ്പനിയിലും സ്ഥാപനങ്ങളിലും ഒന്നും ഒരു തരത്തിലുള്ള പാർട്ട്ണർഷിപ്പും അദ്ദേഹത്തിനില്ല. യൂത്ത് ലീഗിൻ്റെ 10 കൊല്ലം പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. 10 കൊല്ലം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ വാപ്പാരെ താവഴിയാണല്ലോ ഓരോരുത്തരും പിന്നെ പിന്തുടരുക. ബ്ലൂ ഫിലിമല്ല, ബ്ലൂഫിൻ. ബ്ലൂഫിൻ ടൂറിസം LLC. ബ്ലൂഫിൻ ടൂറിസം LLCയിൽ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ വേറൊരു കമ്പനി ഉണ്ട്. ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ LLC. ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ LLC. അതും ഇതിനോടനുബന്ധിച്ച് വേറൊരു കമ്പനിയാണ്. അതും ദുബായിൽ. ഒക്കെ ബ്ലൂഫിനാണ്. ഇവിടെയും നമ്മുടെ ഫിറോസിൻ്റെ ട്രാവൽസിൻ്റെ പേര് ബ്ലൂഫിൻ ട്രാവൽസ് എന്നാണ്. ഇവിടെയും ഫിറോസിൻ്റെ വില്ല പ്രോജക്റ്റിൻ്റെ പേര് ബ്ലൂഫിൻ വില്ല പ്രോജക്റ്റ് എന്നാണ്. നമ്മളിത് പറയുമ്പോൾ തെറ്റുമോ എന്നുള്ള പേടി എനിക്കുണ്ട് പ്രശാന്തേ. എനിക്കേ ഈ ബ്ലൂഫിൻ എന്ന് പറഞ്ഞിട്ടേ ഇത് തെറ്റിയാലും ബുദ്ധിമുട്ടാണേ. അതെ 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 ആ കമ്പനിയിൽ ഇദ്ദേഹത്തിന് പങ്കാളിത്തം ഇല്ലെങ്കിൽ മൂപ്പരോടെ പോയിരിക്കുമല്ലോ പ്രശാന്തേ. ഞാൻ രാവിലെ FB പോസ്റ്റിലിട്ട ക്ലിപ്പിംഗ് കണ്ടില്ലേ? പങ്കാളിത്തം ഇല്ലാതെ ഈ മുഹമ്മദ് അഷ്റഫ് വെള്ളാടത്ത് എന്ന് പറയുന്നയാൾ കൊപ്പത്തെ ME ഫ്രൈഡ് ചിക്കൻ്റെ ലൈസൻസിയാണ്, അയാൾ എൻ്റെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞല്ലോ. തിരുനാവായ സ്വദേശി.
അപ്പം അതേ ആൾ പാർട്ട്ണറായിട്ടുള്ള സ്ഥാപനമാണ്. ഇവിടെ പങ്കാളിത്തമാണോ അതല്ല ഇനി ജനറൽ മാനേജറുടെ കസേരയിൽ ആരെയും കണ്ടില്ല. ഇന്നത്തെ ആ പിന്നെ വീഡിയോ ക്ലിപ്പിങ്ങിലേ അത് ഒഴിഞ്ഞെടുക്കുക അവിടെ. എന്നാൽ എം ഡിയുടെ മാനേജിങ് ഡയറക്ടറുടെ കസേരയിൽ ഒരാളുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരാളും ഇരിക്കുന്നുണ്ട്. അത് കണ്ടോ? പിന്നെ മഹേഷ് കണ്ടിട്ടില്ല? എന്താളാ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാല്? അല്ല, പല സുഹൃത്തുക്കളുടേതും ഇതേ പേരിൽ അദ്ദേഹത്തിന് ഇവിടെ 2 സംരംഭങ്ങളാണുള്ളത്. ബ്ലൂഫിൻ ട്രാവൽ ഏജൻസി ഉണ്ട് ഇവിടെ, ബ്ലൂഫിൻ വില്ല പ്രൊജക്റ്റ് ഉണ്ട്, ദുബായിൽ ബ്ലൂഫിൻ ടൂറിസം LLC ഉണ്ട്, ദുബായിൽ തന്നെ ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ. പേരൊക്കെ നല്ല പേരാണ്. എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് പടച്ചോനക്ക് അറിയാം. പക്ഷെ ആദ്യത്തെ കമ്പനിയുടെ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഏത്? നമ്മളുടെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLCയുടെ ഓഫീസ് എവിടെയാണ്, അതിൻ്റെ ഗോഡൗൺ എവിടെയാണ്? ഫുഡ് പ്രോഡക്ട്സിൻ്റെ ബിസിനസ് ആണെന്നാണല്ലോ പറഞ്ഞത്. അതിന് സ്വാഭാവികമായിട്ടും ഗോഡൗണോ അല്ലെങ്കിൽ ഷോറൂമോ ഉണ്ടാവുമല്ലോ. അതിലാണ് സെയിൽസ് മാനേജർ. ഗൾഫിലെ 2 കമ്പനിയിൽ ഓൻ്റെ പാർട്ട്ണർ തന്നെയാണ് ഇതിൻ്റെ പാർട്ട്ണർ. ഫിറോസിന്റെ പേര് ഇതിലില്ല. പക്ഷെ ഓൻ വ്യക്താക്കണം. ഓൻ പറഞ്ഞല്ലോ എന്ത്, എനിക്ക് വേറെയും സംരംഭങ്ങളുണ്ട്. അദാനിയുടെ പേരക്കുട്ടിയല്ലേ. 100 കണക്കിന് സംരംഭങ്ങളിൽ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പങ്കാളിയാവാൻ എങ്ങനെ ഇതൊക്കെ സാധിക്കണത്? സമ്മതിക്കണോ അതൊക്കെ? അതെ, യൂത്ത് ലീഗിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാളല്ലേ? അല്ല, സോറി, തോറ്റാളല്ലേ? മത്സരിച്ചാളല്ലേ അദ്ദേഹം? കഴിഞ്ഞ നിയമസഭ തോറ്റ MLA ആണല്ലോ. അങ്ങനെ ഒരാള് എന്തൊക്കെ ട്രിക്കാ ചെയ്തിരിക്കണത്? 2020 12-ാം മാസം അവസാനിപ്പിച്ചിട്ട് 21 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. സീറ്റ് കിട്ടും. അതുകൊണ്ട് മാർച്ച് ഏപ്രിൽ വരെ വിസ വേണ്ട എന്ന് തീരുമാനിച്ചു. 22-ൽ വേറെ വിസ എടുത്തു. 24 വരെ, 24-ൽ വീണ്ടും പുതുക്കി 26 വരെ. ഇതൊക്കെ അതിൽ ചേർക്കേണ്ടതായിരുന്നില്ലേ? അതൊക്കെ ചോദിക്കേണ്ടവർ ചോദിച്ചോളൂ. ചോദിക്കാൻ ഇവിടെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഹവാല എല്ലാ ഏജൻസികൾക്കും ഇപ്പോൾ നമ്മളിപ്പോൾ പരാതി കൊടുക്കേണ്ട. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ അത് പരാതിയായിട്ട് സ്വീകരിക്കും ബന്ധപ്പെട്ട ആളുകൾ. ഞാനിങ്ങനെ പിന്നെ നടത്താൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ എല്ലാവരും, കാരണം അവർക്ക് പണം കിട്ടാനുള്ള വഴിയല്ലേ അത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അല്ല, ഇൻകം ടാക്സിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ അല്ല EDക്ക് ഞാൻ എന്തിനാ കൊടുക്കണത്? അവരിത് കേട്ടാൽ തന്നെ എടുത്തോളും. നമ്മൾ പ്രത്യേകം വിജിലൻസിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനല്ല, EDയിൽ പിന്നെ പോകാത്തത് എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതുകൊണ്ട് പോലെ പീഡിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു എന്ന് വേണ്ട. BJP അല്ലേ ഇപ്പോൾ ഭരിക്കണത്. മുസ്ലിം ലീഗിൻ്റെ പിന്നെ യുവജന വിഭാഗത്തിൻ്റെ സെക്രട്ടറി അല്ലേ. അപ്പോൾ അത് ഇനി എന്തെങ്കിലും ആവും എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊടുക്കണ്ട. അല്ല, അതൊക്കെ ഇപ്പോൾ ഹൈദരലി ശിഹാബ് തങ്ങളെ പിന്നെ ചോദ്യം ചെയ്തില്ലേ ED? 2 ദിവസം ചോദ്യം ചെയ്തില്ലേ? അതിന് 10-12 കോടി റുപ്യ ഫൈൻ അടച്ചെങ്ങാണ്ട് ഒഴിവാവും ചെയ്തു. അത്ര മതി, പൈസ അടച്ചാൽ മതി. അങ്ങനല്ല, യൂത്ത് ലീഗിൽ ഓൻ മാത്രമല്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇസ്മായിൽ മൂത്തേടത്തിൻ്റെ സ്വന്തം ആളാണ് കരുവാരകുണ്ട് നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എത്ര ദൂരം വരണം ഈ തിരൂർക്ക്? ജനറൽ സെക്രട്ടറി യൂത്ത് ലീഗിൻ്റെ
ടി.പി. ഹാരിസിൻ്റെ അനുയായികൾ വന്നിട്ടുണ്ട്. മക്കരപ്പറമ്പിലെ മൂപ്പര് തവനൂരാണ്. ഒന്ന് അവിടെ പോയി മൂപ്പരും കണ്ടിട്ട് പോകായിരുന്നു. ഓൻ്റെ സ്വന്തം ആളാണ്. ഫിറോസിൻ്റെ വളരെ അടുത്ത ആളാണ് ടി.പി. ഹാരിസ്. വന്ന നിലക്ക് തിരൂര് വന്ന നിലക്ക് തവനൂര് ജയിലിൽ പോയിട്ട് ഹാരിസിനെയും കൂടി കണ്ടു പോകാമായിരുന്നു അദ്ദേഹത്തിന്. ഞാൻ യഥാർത്ഥത്തിൽ മൂപ്പര് ഇവിടെ തിരൂരിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഏതായാലും വരുന്നുണ്ടല്ലോ, ഓൻ്റെ വളരെ അടുത്ത അനുയായിയാണ് ഹാരിസ്. ഹാരിസ് തവനൂർ ജയിലിലുണ്ട്. 50 കോടി മുക്കിയിട്ടാണ് അവിടെ ജയിലിലിട്ടിക്കുന്നത്, അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ല. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞോണ്ടിന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹു ആഴം. എന്താ ഇപ്പൊ സംഭവിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റൂല. പിന്നല്ലാതെ ലീഗുകാർ പറയാതെ അതൊക്കെ കൂടി എനിക്ക് എങ്ങനെ കിട്ടുക? അത് ശരി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരും ഇവനെ പിന്തുണക്കാൻ വേണ്ടി വരുന്ന ലീഗിന്റെ നേതാക്കന്മാരൊന്ന് ഓർത്ത് വരിക. അല്ല, അവനാന്റെ തടി നോക്കിയിട്ട് വേണം സംരക്ഷണം ഒരുക്കാൻ. തടി കാത്തിട്ട് മുണ്ടിയാൽ മതി. അത് ഞാൻ അപ്പം തന്നെ പറയാം. അവനാന്റെ തടി കാത്ത് മുണ്ടിയാൽ മതി. ഞാനത് പറഞ്ഞതുകൊണ്ട് അല്ല ഞാൻ പറയട്ടെ, ഡൽഹിയിൽ ആസ്ഥാന മന്ദിരം ഞാനത് പറഞ്ഞതുകൊണ്ട് അത്രയും പൈസ അവിടെ ചെലവാക്കി. ഞാൻ ആ പ്രശ്നം ഉയർത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ 4 കാലം പച്ചും ചുവപ്പും പെയിന്റും അടിച്ചും പോലും 4 മറ്റേ ഇതും വെച്ചും പിന്നെ കട്ടയും വെച്ചും അവിടെ ഉദ്ഘാടനം ചെയ്യുമായിരുന്നു. അത് ഇപ്പോൾ അങ്ങനെ ഫർണിഷ് ചെയ്ത ഒരു സ്ഥാപനമാക്കി മാറ്റിയത് ചോദിച്ചല്ലോ ഞാൻ. ഇനിയിപ്പോ അല്ല, പഴയ സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്കറിയാമല്ലോ ഗുജറാത്ത് ഫണ്ട് അവർ ചെയ്തത് എന്താന്നുള്ളത്. 2 കൊല്ലാണ് പിരിച്ചിട്ട് ഒന്നും ചെയ്യാതെ വെച്ചത്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് കമ്മിറ്റിയിൽ. അപ്പോഴാണ് അത് വിനിയോഗിക്കാൻ നടപടി ഉണ്ടായത്. ഡൽഹി ഓഫീസ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ശരിയായിട്ടുള്ള രേഖകളൊക്കെ ദിവസങ്ങളെടുത്ത് പരിശോധിച്ചല്ലോ. ഇപ്പം അവിടെ ചെലവാക്കിയ രൂപത്തിൽ ചെലവാക്കാനുള്ള ഒരു സാഹചര്യം സത്യത്തിൽ ഒരുങ്ങിയത് അതുകൊണ്ടാണ്. വയനാട്ടിലും അങ്ങനെ തന്നെയാണ് പണിപ്പം. ഞാൻ പറഞ്ഞതിന് മുമ്പ് പണി തുടങ്ങിയോ? ഞാൻ എന്നാണിത് പറഞ്ഞത്? ഈ ദുരന്തം നടന്ന് ലീഗ് പണം പിരിച്ചതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലല്ലോ ഞാൻ പറഞ്ഞത്, 1 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ഞാനത് പറഞ്ഞോട് കൂടിയിട്ടും കിട്ട് അതിനൊക്കെ കൂടി ഒരാവേശം കെട്ട് വന്നു പോലെ അവിടെ രണ്ടാമതും തറക്കല്ലിട്ടു. ആദ്യം ഒന്ന് തറക്കല്ലിട്ടിരുന്നു, ഒരു തറക്കല്ലിടൽ തങ്ങൾ ഇട്ടിരുന്നു, ശിലാസ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ടില്ലേ. രണ്ടാമതും തറക്കല്ലിട്ടു. ഞാൻ ആ ഒറ്റ പറഞ്ഞ ഏതുവാണത് രണ്ടാമത്തെ തറക്കല്ല്? അല്ല, നടക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്താണ് നടക്കാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് നടക്കാൻ വേണ്ടി പൊളിഞ്ഞ നമുക്ക് നോക്കുക. തോട്ടഭൂമിയാണ്, തോട്ടഭൂമിയാണ്, നിർമ്മാണം നടക്കൂല എന്ന് തന്നെയാണ്. നമുക്ക് നോക്കുക എത്ര എണ്ണത്തിനാണ് ഇപ്പോൾ അവർ അനുമതി എടുത്തിക്കണത്. തോട്ടഭൂമി അല്ലാത്ത കുറച്ച് ഭൂമി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തോട്ടഭൂമി അല്ലാത്ത കുറച്ച് ഭൂമി ഉണ്ട്, അതിൽ 7-7.5 ഏക്കറോളം നിർമ്മാണാനുമതി ഇല്ലാത്തതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഏതിലാണ് ഇവർ നടത്തുന്നത് എന്നുള്ളത് നമുക്ക് നോക്കുക. 100 വീട് ഉയർന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാതെ ഇപ്പത്തെ ഈ വമ്പൊന്നും കരുതിയിട്ട് നമ്മൾ 100% വിശ്വസിക്കണ്ട. അല്ല, അതൊക്കെ പ്രശാന്ത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതല്ലേ. നമ്മൾ ഇപ്പം നമ്മളുടെ ആഗ്രഹം നമ്മളുടെ ഉള്ളിലുള്ളതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയിട്ടില്ലല്ലോ. പിന്നെ ഇവർക്ക് ഇതൊക്കെ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നെയ്യത്ത് വെച്ച് നടക്കുകയല്ലേ. 35,000 വോട്ടിനൊക്കെ പിന്നെ ജയിക്കുന്ന മണ്ഡലത്തിൽ തോൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും സ്വാധീനം പോരല്ലോ, കുറച്ച് സ്വാധീനം മതിയാ. താനൂരിലൊക്കെ തോൽക്കണം എന്നുണ്ടെങ്കിലേ റഹ്മാൻ രണ്ടത്താണിയും തോറ്റു. അതേ ഗണത്തിൽ തന്നെ
ഓരോ വോട്ടിന് പിന്നെ നജീബ് കാന്തപുരം 10,000 വോട്ടിന് അയച്ച്. ആ അല്ല, ഞാൻ വിമർശനം ഉന്നയിച്ച് നന്നായിരുന്നു കുറച്ച്, ഇപ്പൊ വീണ്ടും ചീത്തകൾ. അതുകൊണ്ടാണ് വീണ്ടും വിമർശനം ഉന്നയിക്കാൻ വേണം. അല്ല, വീണ്ടും നന്നാക്കുക. ഇതിങ്ങനെ പറയും ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അതല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ പേർക്ക് വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ല, ഒന്നാമത്തെ എന്താന്ന് വെച്ചാൽ ഈ മലപ്പുറം ജില്ലയിൽ നമ്മളെ ഉണ്ടായിരുന്ന പാർട്ടിയല്ലേ, ഞാൻ ഇരുന്നിരുന്ന സ്ഥാനത്തല്ലേ ഓൻ ഇരിക്കണത്. അവിടെ ഇരുന്നും കണ്ട് ഈ ജാതി ഓരോന്ന് ചെയ്യുമ്പോൾ ഞമ്മക്കൊരു വിഷമം തോന്നൂലേ? ശക്തിപ്പെടുത്തലല്ല, അത് എന്താ പറയാ, തോന്നിവാസികളുടേതല്ലാതാക്കി നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അല്ല, 100% പോലും നന്നാവൂല. ആ പേടി KPO പേടിക്കണ്ട, അത് നന്നാവൂല. അല്ലല്ല, ഇന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് ഫിറോസ് പോകുന്നത്. പിന്നെ വേറൊരു കാര്യവും കൂടി പറയാം. ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ പിന്നെ മന്ത്രി രാജിവെപ്പിച്ചിട്ടുണ്ട്. ആ രാജിവെപ്പിച്ചതൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. സിറിയക്ക് ജോസഫ് എന്ന് പറയുന്ന ജഡ്ജിയെ ഉപയോഗിച്ച് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിരിക്കണത്, എന്നിട്ടും നിങ്ങളത് എഴുതണില്ല. നിങ്ങൾക്ക് എന്താ പേടി എഴുതാൻ? നിയമ സംവിധാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ലേ, അത് നിങ്ങൾക്ക് എഴുതാമല്ലോ. ഞാൻ പറഞ്ഞതല്ലേ, അത് നിങ്ങൾക്ക് എഴുതാമല്ലോ. ഐസ്ക്രീം പാർലർ കേസ് എന്ന് പറഞ്ഞാൽ എന്താ കേസ് എന്നറിയങ്ങൾ? 2 പെൺകുട്ടികളുടെ മൃതദേഹം റെയിൽപാളത്തിൽ നിന്ന് കിട്ടിയത്. അവിടുത്തെ ആ 2 പെൺകുട്ടികൾ ഇറങ്ങി ഓടി എന്ന് പറയുന്ന കെട്ടിടത്തിന് കാവൽ നിന്നിരുന്ന 2 ആളുകൾ മരണപ്പെട്ടത്. ഇതെല്ലാം അടങ്ങുന്ന കേസാണ്. ആ കേസിലാണ് PK കുഞ്ഞാലിക്കുട്ടിയെ സമ്പൂർണ്ണമായി കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഈ സിറിയക് ജോസഫ് ഉൾപ്പെടുന്ന 2 അംഗ ബെഞ്ച് വിധി പറഞ്ഞത്. ആ വിധി പറയുന്നതിൻ്റെ 2 മാസം മുമ്പ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഈ സിറിയക് ജോസഫിൻ്റെ അനുജൻ ജെയിംസ് ജോസഫിൻ്റെ ഭാര്യ ജാൻസി ജെയിംസിനെ MG യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിട്ട് നിയമിക്കുകയാണ്. ആ ആളെ വിലക്കെടുത്തിട്ടാണ് നമുക്കെതിരായിട്ട് ഈ വിധി ഉണ്ടാക്കിയത്. കാരണം ചത്ത കുട്ടിയുടെ ജാതകം നോക്കണമായിരല്ലേ ഈ വിധി പറഞ്ഞത്. ഈ ആള് ആ സ്ഥാനത്ത് ഇല്ല, അയാൾ രാജിവെച്ച് പോയി. പിന്നെ എങ്ങനെയാണ് അതിലൊരു വിധി പറയുക? ഇന്നെ കേൾക്കണ്ടേ, എനിക്കൊരു നോട്ടീസ് അയക്കണ്ടേ? ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലുമ്പോൾ ഒരു വിധി ഒരാൾക്കെതിരെ പറയുമ്പോൾ അയാളെ കോടതിയിലേക്കൊന്ന് വിളിപ്പിക്കണ്ടേ? അതുപോലും ചെയ്യാതെ അന്നത്തെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നെ തകർക്കാൻ വേണ്ടി നോക്കിയത്. ഞാൻ ചെയ്ത തെറ്റൊന്നേ ഉള്ളൂ, ലീഗിൻ്റെ അരുതായ്മകളെ ശക്തമായി വിമർശിച്ചു എന്നുള്ളത്. ലീഗിനെ 3 പ്രാവശ്യം ഈ ജില്ലയിൽ പരാജയപ്പെടുത്തി എന്നുള്ളത്. അതിൽ പകപോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന എനിക്കെതിരെ നടത്തിയത്. അല്ല, ഇപ്പോൾ 4ാമത്തത് ഇപ്പോഴല്ലേ, അന്ന്. അല്ലാതെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതെ, സീസൺ 1 അതാണ്, ശരിയാണ്. സീസൺ 1 ഉണ്ടായതിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് നിങ്ങൾ എഴുതണം. ഈ സിറിയക് ജോസഫ് എന്ന് പറയുന്ന ലോകായുക്ത, ആ ലോകായുക്തയെ പണം കൊടുത്ത് പദവികൾ വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത വിധിയാണത്. എന്നെ ഒന്ന് കേൾക്കാതെ, പരാതിക്കാരനെ ഒന്ന് കേൾക്കാതെ, ഒരു നോട്ടീസ് അയക്കാതെ ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്നത് പോലെയാണ് ആ വിധി പറഞ്ഞത്. അത് സിറിയക് ജോസഫ് ബോധപൂർവം പറഞ്ഞതാണ്. അത് പറഞ്ഞതിന് വലിയ പാരിതോഷികം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അത്രയും ശടിച്ചല്ലേ, കടുപ്പിച്ചല്ലേ പറയുന്നത്. എനിക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കട്ടവരാരെങ്കിലും? എല്ലാ തെളിവുകളും എൻ്റെ അടുത്തുണ്ട്. ഒരു അന്വേഷണം ഇന്നോട് ഇന്ന ആ കോടതിയിലേക്ക്, ലോകായുക്ത എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ഇന്നെ ഒന്ന് ക്ഷണിച്ച്, അല്ലെങ്കിൽ ഇന്നക്കൊരു നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ ചോദിക്കുക, നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നോ? അങ്ങനെ ഒന്ന് ചോദിച്ചിട്ടില്ല. എനിക്കൊരു നോട്ടീസ് അയച്ചിട്ടില്ല, എന്നെ കേട്ടിട്ടില്ല.
ഏകപക്ഷീയമായ വിധി. അപ്പോൾ ചോദിക്കും, നിങ്ങൾ ഹൈക്കോടതി പോയില്ലേ, എന്നിട്ട് എന്താ ഹൈക്കോടതി തള്ളിയത്? ഹൈക്കോടതി എന്താ പറഞ്ഞതെന്നറിയോ? ആ നിയമം, നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് 14-ാം വകുപ്പ് അനുസരിച്ച് അപ്പലറ്റ് അതോറിറ്റി ഇല്ല, അപ്പീൽ അതോറിറ്റി ഇല്ല. ലോകായുക്തയുടെ വിധി അന്തിമമാണ്. സുപ്രീം കോടതിക്ക് പോലും ആ വിധിയിൽ ഇടപെടാൻ വേണ്ടി പറ്റൂല. ആ നിയമമാണ് നമ്മൾ ഭേദഗതി ചെയ്ത് എടുത്തു കളഞ്ഞത്. ഏതെങ്കിലും ഒരു ലോകായുക്തയെ ഇങ്ങനെയുള്ള ആളുകൾ പോയി സ്വാധീനിച്ച്, പണം കൊടുത്ത് സ്വാധീനിച്ചാൽ ആരെയും അവർക്ക് തകർക്കാൻ വേണ്ടി കഴിയും. ഇത് വെറുതെ പറയുന്നല്ലേ, വലിയ വിഷമമുണ്ട് നമുക്ക് അതിൽ. രാജിവെച്ചത് 3 ദിവസത്തെ രാജ്യ, അതാണ് ഇപ്പോൾ വലിയ കാര്യമായിട്ട് പോലും പറഞ്ഞത്. ഇവരൊക്കെ ഇങ്ങനെ കക്കുകയും മുക്കുകയും ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് യൂത്ത് ലീഗിൻ്റെ എത്ര ജനറൽ സെക്രട്ടറിമാരുണ്ട്? ഇപ്പം എൻ ഷംസുദ്ദീൻ ഈ തിരൂർക്കാരനാണല്ലോ. നിങ്ങളൊന്ന് പോയി നോക്കി അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ പരിസരവും. ഞാൻ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ജനറൽ സെക്രട്ടറി ആയ ആളാണ് എൻ ഷംസുദ്ദീൻ. PM സാദിഖ് അലി തൃശ്ശൂർക്കാരനാണ്, പോയി നോക്ക്. അവരൊക്കെ വലിയ ബമ്മാടങ്ങൾ കയറ്റിയോ? എന്തെങ്കിലും തൊഴിലോ അല്ലെങ്കിൽ പരമ്പരാഗതമായ സ്വത്തോ ഉണ്ടെങ്കിൽ ഞാനിതൊന്നും പറയില്ല. അവർക്ക് സമ്പത്തുണ്ട്, അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, അതല്ലേ നമ്മൾ പറയുള്ളൂ. ഇപ്പോൾ PV അബ്ദുൾ വഹാബിൻ്റെ മകനാണെന്ന് വിചാരിക്കുക, നമ്മളിത് പറയോ? കാരണം PV അബ്ദുൾ വഹാബിന് സമ്പത്തുണ്ട്, അയാൾക്ക് ഏത് ബിസിനസ്സും നടത്താൻ പറ്റും. ഇപ്പം എൻ ഷംസുദ്ദീന്, ഞാൻ, PM സാദിഖ് അലി, ഞങ്ങളൊക്കെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് ആ ജീവിതം തന്നെ അന്നും ഉള്ളൂ, ഇന്നും ഉള്ളൂ, എന്നും ഉണ്ടാവുള്ളൂ. അല്ല, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടില്ല, അല്ല ജില്ലാ സെക്രട്ടറി അല്ല ആയിട്ടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ അല്ല അതല്ലാന്ന്, ഈ 2 പോരെ ഇപ്പം ഇനിയും അന്വേഷിക്കുകയാണല്ലോ. ഓൻ സമ്മതിക്കുകയാണ് ഇതോ കഴിഞ്ഞു എന്ന് പറഞ്ഞാലേ ഞാൻ എൻ്റെ അന്വേഷണം നിർത്തുള്ളൂ. ഫിറോസ് പറയാണ്, ഫിറോസ് അന്ന് പറഞ്ഞത് എന്താ? ഇഞ്ഞും എനിക്കുണ്ട് എന്നാണ് പറഞ്ഞത്. ഇഞ്ഞും എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ 2 കിട്ടിയത്. ഇനി വേറെ ഏതെങ്കിലും ഖത്തറിലോ മറ്റോ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയാണ്, ജലീൽ ഇഞ്ഞ് അന്വേഷിക്കേണ്ട കാര്യമില്ല, കാരണം എന്നെ വിഷമിപ്പിക്കണം എന്ന് ഓനക്കും ഉണ്ടാവില്ല. തെറ്റായ മാർഗം എന്ന് പറഞ്ഞാൽ 101% തെറ്റായ മാർഗത്തിലൂടെ. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ കമ്പനിയുടെ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞത് ഹവാല തന്നെയാണ്, ഒരു സംശയം എനിക്കില്ല.